അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ കരുത്തരായ സഹാബികളുടെ പേര് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? അന്ന് ഫുട്പാത്തുകളിലും കവലകളിലും റോഡ് സൈഡുകളിലും തെരുവീതികളിലും വ്യഭിചാരം പരസ്യമായി നടക്കുമ്പോ നാക്കാലികളെ പോലെ ലജ്ജയില്ലാത്ത ഒരു സമൂഹം ഉണ്ടായി തീരുമ്പോ ഇവിടെ നിന്നൊന്നും മാറി ആ മറവിലേക്ക് നിങ്ങൾക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നവർ, ഒരു ബിൽഡിങ്ങിന്റെ പിറകുവശത്തേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നവർ, ഒന്ന് ഇവിടെ നിന്ന് മാറി നിന്നുകൂടെ എന്ന് ചോദിക്കുന്നവർ അന്നത്തെ കാലഘട്ടത്തിലെ ഉമറായിരിക്കുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് മുമ്പേ അറിയിച്ചു തന്നതാണ്. എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിന്റെ അടയാളമായി എണ്ണിയ ചെറിയ അടയാളങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ മുസ്ലിം ഉമ്മത്ത് അത് അലങ്കാരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് സാത്താന്മാരും പിശാചുക്കളുമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിഞ്ഞാടുന്ന നർത്തകിമാരുടെ ആധിക്യം സംഭവിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞു. അതിനിടയിൽ ഡാൻസിൽ നിന്ന് മാറി നിൽക്കുന്ന, അടിഞ്ഞാട്ടങ്ങളിൽ മാറി നിൽക്കുന്ന, കൂത്താട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ അവരെ സമൂഹത്തിൽ ഒന്നിനും പറ്റാത്തവരായി ചിത്രീകരിക്കുവാൻ ആളുകൾ ഉണ്ടാകും. ഒരു തിന്മ എന്നല്ല, ഇതൊക്കെ ആളുകൾക്കിടയിൽ സംസാരമുണ്ടാകും. മദ്യപാനവും ലഹരിയും MDMA പോലെ കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ ആളുകൾ പറയുന്ന വാക്കെന്തായിരിക്കും? ആരാ ഇന്ന് കുടിക്കാത്തത്? ആരാ ഇന്ന് ഉപയോഗിക്കാത്തത്? ആരാ ഇന്ന് വ്യഭിചരിക്കാത്തത്? ആരാ ഈ വേഷമണിയാത്തത്? ആരാ ഈ രൂപത്തിൽ നടക്കാത്തത്? ആരാ ഇന്ന് ഇത് ഉപയോഗിക്കാത്തത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് സർവ തിന്മകളെയും അതൊരു തിന്മയായി മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വരാത്ത വിധത്തിൽ അതിനെ ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്നൊരവസ്ഥ വരും.